പാർവതി പാർവതി സർ. പാർവതി എന്താ പറ്റിയേ? ഒന്നുമില്ല, പെട്ടെന്ന് ഒന്ന് തല ചുറ്റിയതുപോലെ. തല ചുറ്റിയതല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ആ അപ്പൊ ഇതത് തന്നെ. ഏത്? കല്യാണം കഴിഞ്ഞ ശേഷം പെണ്ണുങ്ങളെ പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ തലകറങ്ങി വീഴണമെങ്കിലേ അത് പ്രഗ്നൻസിയുടെ ലക്ഷണമായിരിക്കും. താങ്കൾ ഒരു അച്ഛനും ഈ ഇരിക്കുന്ന മഹതി ഒരു അമ്മയും ആകാൻ പോവാ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ സുശീലാന്റി? അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല. ചിലപ്പോ ക്ഷീണം കൊണ്ട് വീണതും ആവാം. പാർവതി, ഗാർഗി പറഞ്ഞത് ശരിയാണോ? ഇങ്ങനെ ചിരിച്ചാ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഇന്നിതേ അറിഞ്ഞിട്ട് തന്നെ കാര്യം. ജാസ്മിൻ, നീ ഡ്രൈവറെ വിളിച്ച് കാർ എടുത്ത് പാസ്പോർട്ട് ഓഫീസിലേക്ക് വെക്കോ. ആനി ഒന്ന് കൂടെ ചെല്ലേ. ഞാനോ? നീ വന്നേ, വാ പതിയെ നടക്ക. ഏത് വിധേനയും വിപിൻ സാറിന്റെ വിരോധം മാറ്റിയെടുത്തേ മതിയാകൂ. ഇപ്പൊ അകൽച്ചയിലായിരിക്കുന്ന വിപിൻ സാറ് എല്ലാം മറന്ന് എന്നെ സ്നേഹിക്കണം, എന്നോട് അടുക്കണം. എന്നെ ആട്ടിയിറക്കിയാലും എന്നെ വഴക്ക് പറഞ്ഞാലും ഞാൻ വിപിൻ സാറിൽ നിന്നും അകന്നു പോവില്ല. വിപിൻ സാറേ, വിപിൻ സാറ് കാര്യമായി എന്തോ ആലോചനയിലാണല്ലോ. ഇനിയിപ്പോ ഗൗരവമായ ആലോചനയിലാണെങ്കിലും ഒരിത്തിരി നേരമൊക്കെ എന്നോട് മിണ്ടിയും പറഞ്ഞിരിക്കാം. എന്നെ ശല്യം ചെയ്തൊന്നും പോകുന്നുണ്ടോ? ശരി, എന്നാ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. സാറിന്റെ ചൂട് മാറാനേ ഞാൻ ചൂടായിട്ട് ഒരു ചായ എടുക്കട്ടെ? എനിക്കൊന്നും കേക്കണ്ട, നീ ഒന്ന് പോയി തന്നാ മതി. ആയിക്കോട്ടെ, ഞാൻ പോയി തന്നേക്കാം. പക്ഷേ പോകുന്നതിന് മുൻപ് ഒരു കാര്യം എനിക്ക് സാറിനോട് ഓർമ്മിപ്പിക്കാനുണ്ട്. എന്ത്? സാറിന് പാർവതി ചേച്ചിയോടുള്ള ബഹുമാനം കാരണമാണ് ഞാൻ ഗർഭിണിയാണെന്ന് നുണ പറഞ്ഞിട്ടും സാർ എന്നെ വിവാഹം കഴിച്ചതും ജീവിതത്തിലേക്ക് സ്വീകരിച്ചതും. അപ്പൊ സാറിന് ചേച്ചിയോടും ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. നീ എന്താ പറഞ്ഞു വരുന്ന? അതായത് ഞാൻ ഗർഭിണിയല്ലെന്ന് ഇപ്പൊ അറിയാവുന്നത് സാറിനും എനിക്കും ചേച്ചിക്കും ആ ഡോക്ടർക്കും മാത്രം. ഞാൻ ഗർഭിണിയാണെന്ന് വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഞാൻ അംഗീകരിച്ചതുമാ. അതുകൊണ്ട് സാറിന് ഇനി അത് മാറ്റി പറയാൻ പറ്റില്ല. ഞാനും ചേച്ചിയും അത് പറയത്തുമില്ല, ദർശന ഡോക്ടറും പറയില്ല. ആ സ്ഥിതിക്ക് ഞാൻ ഗർഭിണിയാണെന്ന വിശ്വാസം ഇവിടെയുള്ള എല്ലാവരിലും അങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷേ എത്ര നാൾ ഈ കള്ളം ഇങ്ങനെ തുടരാൻ പറ്റും? ഇതൊക്കെ ഗർഭിണിയാണെന്നേ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നുണ പറയുമ്പോ ഓർക്കണായിരുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞു തർക്കിച്ചിട്ട് കാര്യമില്ല സാറേ. ഞാൻ യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആയില്ലെങ്കിൽ എല്ലാവരുടെ മുൻപിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ കള്ളം പറഞ്ഞ് പറ്റിച്ചവരാവില്ലേ? എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വിപിൻ സാറിന്റെയും ചേച്ചിയുടെയും ഡോക്ടറിന്റെയും വിശ്വാസ്യത തകർന്നു പോയാ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും പിന്നെ എങ്ങനെ തല ഉയർത്തി ജീവിക്കും? അറിയാലോ, ചേച്ചി വലിയ അഭിമാനിയാ. ഈ ഒരു കാരണത്താൽ ചേച്ചിയുടെ അഭിമാനം നഷ്ടപ്പെട്ട മിക്കവാറും ചേച്ചി ആത്മഹത്യ ചെയ്തെന്ന് വരും.
പക്ഷേ ഈ നാണക്കേടും പ്രശ്നങ്ങളും വിപിൻ സാറ് വിചാരിച്ചാ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയെന്നാവും സാർ ചിന്തിക്കുന്നത്? അത് സിമ്പിൾ അല്ലേ സാറേ? നമ്മള് മനസ്സ് വെച്ചാ ഞാൻ പറഞ്ഞ നുണ യാഥാർത്ഥ്യമാക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? കല്യാണം കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചോദിക്കില്ലേ വിശേഷം ഒന്നുമില്ലേന്ന്? ആ വിശേഷം എനിക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായാൽ മതി. നിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പല്ലവി. ചേച്ചിയുടെ പേരും പറഞ്ഞ് സെന്റിമെന്റ്സ് ഇറക്കിയ എന്റെ മനസ്സ് മാറുന്നാണ് നീ കരുതുന്നത്? ഒരിക്കലും മാറില്ല. നിന്നോടുള്ള വെറുപ്പ് ഒരിക്കലും തീരില്ല എനിക്ക്. നീ നയത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ നോക്കുന്ന ആ ദാമ്പത്യ ബന്ധമുണ്ടല്ലോ, നമുക്കിടയില് ഈ ജന്മത്തുണ്ടാവില്ല. നിന്റെ കള്ളത്തരം എല്ലാവരും അറിയണം. നിന്റെ ചതി എല്ലാവരും മനസ്സിലാക്കണം. അതാ എന്റെ ലക്ഷ്യം. സാറിന്റെ ലക്ഷ്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ നുണയെ യാഥാർത്ഥ്യമാക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. സാർ അതിനു വേണ്ടി ഒരുങ്ങിയിരുന്നു. അയ്യോ, പാർവതി, നീ ഇങ്ങനെ ചിരിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറയേ. എന്തു പറ്റി? ഞാൻ ഗർഭിണിയാണെന്ന് സാറിനോട് ആരാ പറഞ്ഞേ? അപ്പോ നീ പ്രഗ്നന്റ് അല്ലേ? അല്ല. അപ്പൊ അവിടെ നീ തലയിറങ്ങി വീണതോ? ഗർഭിണിയായവര് മാത്രാണോ തലകറങ്ങി വീഴുന്നേ? വെറുതെ പ്രതീക്ഷിച്ചു. സാറിന് സങ്കടായ? ഏയ്, സാരമില്ല. സാറിന് വിഷമായി എനിക്ക് മനസ്സിലായി. സാറ് എന്നോട് ക്ഷമിക്കണം. കുറച്ചു സമയം മുമ്പ് സാറൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ ഞാനൊന്നും പറയാതിരുന്നത്. പക്ഷേ അത് സാറിനെ എത്രയേറെ വിഷമിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പാർവതിക്ക് അറിയാലോ, ഇപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാർവതി അമ്മയാവാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കാനാണ്. ആ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുമ്പോഴാണ് പാർവതി തലയിറങ്ങി വീഴുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് പ്രഗ്നൻസിയുടെ ലക്ഷണമായി ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ ഇതൊന്നുമല്ല. പാർവതിക്ക് ക്ഷീണമുണ്ടായതാണെന്ന് സുശീലാൻറ്റി പറഞ്ഞപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പാർവതിയും മറിച്ചൊന്നും പറഞ്ഞുമില്ല. ഞാൻ അത്രയ്ക്ക് ഗൗരവത്തോടെ ചിന്തിച്ചില്ല സാർ. സാരമില്ല, ലീവ് ഇറ്റ്. എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല. സാറ് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? പെട്ടെന്ന് ഒരമ്മയാവണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. സാറ് സ്വപ്നത്തിൽ കണ്ടതുപോലെ ദേവമ്മ നമ്മുടെ മകളായി പുനർജനിക്കുന്നത് കാത്തിരിക്കുക ഞാനും. സാറ് സമാധാനിക്കുക. അധികം വൈകാതെ തന്നെ സാറ് മനസ്സിൽ കണ്ടതുപോലെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എനിക്ക് സാധിക്കും. അതിന് ഉദയന്നൂരമ്മ നമ്മളെ അനുഗ്രഹിക്കും. എൻ്റെ പൊന്നു പാർവതി, നീ ഇനി എന്നെ ഇതുപോലെ പറ്റിക്കരുത് കേട്ടോ. ഇല്ല സർ, ഇനി ഇതുപോലൊരു തമാശ ഞാൻ കാണിക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അച്ഛനും അമ്മയും ആവണം പാർവതി. ഞാനും നീയും നമ്മുടെ കുഞ്ഞും. എന്ത് രസമായിരിക്കും ആ ലൈഫ്. ഞാൻ ഗർഭിണിയായി കഴിഞ്ഞാൽ വിശാൽ സാറിനെ ഞാൻ എവിടേക്കും വിടില്ല. ഗർഭിണിയായി ഇരിക്കുമ്പോൾ വിശാൽ സാറ് എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവണം. ഗർഭിണിയായിരിക്കുമ്പോൾ മാത്രമല്ല, പ്രസവ സമയത്തും ഞാൻ കൂടെ ഉണ്ടാവും.
ശരിക്കും? അതേടോ, ഞാൻ കൂടെ ഉണ്ടാവും. പ്രസവ സമയത്ത് ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും നിരവധി ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന പറഞ്ഞു കേട്ടിരിക്കുന്നത്. എന്താ, ഞാൻ കൂടെ വേണ്ടേ? പിന്നെ വേണ്ടേ? ഞാനൊരു തമാശയ്ക്ക് കള്ളത്തരം കാണിച്ചത് പോലും വിശാൽ സാറിനെ വളരെയധികം വിഷമിപ്പിച്ചു. ആ സ്ഥിതിക്ക് ദേവമ്മയുടെ കൊലയാളിയാണെന്ന് വിശാൽ സാർ വിശ്വസിക്കുന്ന ആൾക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് ഇവിടെ അഭയം കൊടുക്കുകയാണെന്ന് സാർ മനസ്സിലാക്കിയ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? സാറിന് അത് സഹിക്കാനാവില്ല. സത്യാവസ്ഥ വിശാൽ സാറിനെ പറഞ്ഞൊന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും സാറ് അത് വിശ്വസിക്കണമെന്നുമില്ല. സാറ് മിക്കവാറും അദ്ദേഹത്തെ കൊല്ലാനും ശ്രമിക്കും. എന്റെ അകക്കണ്ണിൽ തെളിഞ്ഞതുപോലെ വിശാൽ സാറ് തോക്കെടുത്ത് അദ്ദേഹത്തെ വെടിവെക്കോ? ഈ മാജിക് ബോക്സിൽ നിന്നും ഇപ്പൊ ഇങ്ങനൊരു ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അത് എന്തിന്റെയോ സൂചനയാണല്ലോ. ഏതായാലും ഒന്ന് തുറന്നു നോക്കാം. ഇതൊരു ഫിലിം നെഗറ്റീവ് അല്ലേ? എന്താ മാഡം, എന്താ വേണ്ടത്? ഇതാ, ഈ നെഗറ്റീവിൽ നിന്ന് ഒരു പ്രിന്റ് വേണമായിരുന്നു. സോറി മാഡം, ഇത് വളരെ പഴയ നെഗറ്റീവാണ്. ഇതിൽ നിന്ന് പ്രിന്റ് എടുക്കാൻ പ്രയാസമാണ്. ഇതിവിടെ പറ്റത്തില്ല. മാഡം വേറെ എവിടെയെങ്കിലും അന്വേഷിക്കും. ഗാർഗി, എന്താ പാർവതി? ഗാർഗി, നിനക്ക് ഈ നെഗറ്റീവിൽ നിന്നും ഫോട്ടോ പ്രിന്റ് എടുക്കുന്ന ഏതെങ്കിലും സ്റ്റുഡിയോയോ ലാബോ അറിയോ? ഇപ്പൊ എല്ലാം ഡിജിറ്റൽ അല്ലേ പാർവതി?
അതുകൊണ്ട് നെഗറ്റീവിൽ നിന്നും പ്രിന്റ് എടുക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചു നോക്കാം. എന്താ, ഏതെങ്കിലും നെഗറ്റീവ് പ്രിന്റ് ആക്കേണ്ടതുണ്ടോ? ഉണ്ട്. എന്റെ കയ്യില് ഒരു നെഗറ്റീവ് ഉണ്ട്. അതൊന്ന് പ്രിന്റ് ആക്കണം. ഞാൻ അതുമായിട്ട് ടൗണിലുള്ള സ്റ്റുഡിയോയിൽ പോയിരുന്നു. പക്ഷേ അവർക്കത് പ്രിന്റ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ ആ നെഗറ്റീവിലുള്ളത്? അതറിയില്ല. അതറിയാൻ വേണ്ടിയാ പ്രിന്റ് ആക്കണമെന്ന് കരുതുന്നത്. അറിയില്ല. ഗാർഗി, നമ്മുടെ മാജിക് ബോക്സ് ഇല്ലേ, അതിനുള്ളിൽ നിന്നാ ആ നെഗറ്റീവ് എനിക്ക് കിട്ടിയത്. മാജിക് ബോക്സിനുള്ളിൽ നിന്നും നെഗറ്റീവ് കിട്ടിയതുകൊണ്ട് അതില് എന്തോ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടാവുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ നെഗറ്റീവ് ഒന്ന് പ്രിന്റ് ആക്കണം. ആ നെഗറ്റീവിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ അത് ഫോട്ടോ ആക്കിയേ പറ്റൂ. ഒന്നും കാണാതെ ദേവമ്മ ആ നെഗറ്റീവ് അതിനുള്ളിൽ വെക്കില്ലല്ലോ. എന്ത് നെഗറ്റീവിൻ്റെ കാര്യമാണ് ഇവള് പറയുന്നത്? ഗായത്രിയുടെ പേരും പറയുന്നുണ്ടല്ലോ. ഗായത്രി ഒളിപ്പിച്ച് വെച്ച നെഗറ്റീവ് ആണെങ്കിൽ മിക്കവാറും അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കണം. നെഗറ്റീവ് ഫോട്ടോ ആക്കിയാൽ അതെനിക്ക് നേരെയുള്ള അസ്ത്രമാവോ? നെഗറ്റീവ് എങ്ങനെയെങ്കിലും കണ്ടെടുക്കണമല്ലോ. പാർവതിയുടെ സാരി ഉടുത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു നിന്ന വിശാൽ ഇവിടെ കയറി വരുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത് പാർവതിയാണെന്ന് കരുതി അവൻ എന്നെ കെട്ടിപ്പിടിക്കും. അവൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി. പിന്നീട് ഞാൻ അവനെ എന്നിലേക്ക് അടുപ്പിച്ചോളാം. വിശാൽ, അയ്യോ സോറി ജാസ്മിൻ,
ഞാൻ കരുതി പാർവതി ആയിരിക്കുന്നു. അതാ ഞാൻ സോറി, ഐ എം റിയലി സോറി. അറിയാതെ പറ്റിപ്പോയതാ. അതിനെന്താ വിശാൽ, ഇറ്റ്സ് ഓക്കെ. ഇതിനൊക്കെ എന്തിനാ സോറി പറയുന്നേ? അല്ല, നീ ഈ സാരി ഉടുത്തതുകൊണ്ടാ എനിക്ക് ഈ അബദ്ധം പറ്റിപ്പോയത്. നീ എന്തിനാ പാർവതിയുടെ സാരി എടുത്ത് കൊടുത്തത്? അത് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ടാ ഈ സാരി എടുത്തു കൊടുത്തത്. ശരി ശരി, എന്റെ കാര്യം കഴിഞ്ഞു. ഇനി എന്തിനാ ഇതും ചുറ്റി നിൽക്കുന്നത്? ഇവളെന്താ എന്റെ സാരിയും പിടിച്ച് ആലോചിച്ച് നിൽക്കുന്നത്? ജാസ്മിൻ, നീ വന്നോ? നീ എന്താ എന്റെ സാരി എടുത്ത് വെച്ചിരിക്കുന്നേ? പാർവതി, ഈ സാരി നീ ടെറസില് വിരിച്ചിട്ടിരിക്കല്ലായിരുന്നോ? ടെറസിലാ? എന്നാലേ നീ ഇത് ടെറസിൽ വിരിച്ചിട്ടിരിക്കായിരുന്നു. അവിടെ നിന്ന് ഇത് കാറ്റടിച്ച് പറന്ന് എന്റെ മുറിയുടെ ബാൽക്കണിയിലാ വന്ന് വീണത്. അതിന് ടെറസിൽ ഈ സാരി വിരിച്ചിട്ടിരിക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ലല്ലോ. എന്നെങ്ങനെ ഇതെന്റെ മുറിയുടെ മുന്നിൽ വന്ന് വീഴുന്നേ? നീ ഇത് തരാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? എങ്കിൽ പിന്നെ ഇങ്ങ് തന്നേക്കൂ. ഇത് നിനക്ക് തരാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഒപ്പം ഒരു രസകരമായ കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്.